അപ്പം നമ്മൾ ചേമ്പ് പറിച്ച് കഴുകിയെടുത്ത് അങ്ങനെ പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചു. അങ്ങനത്തെ ഞാനെന്ത് വിചാരിച്ചെന്നറിയോ, ചേമ്പലക്കകത്ത് വെച്ച് തന്നെ നമുക്കത് കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മൾ പറിച്ച ചേമ്പിൻ്റെ ഇല ഒരെണ്ണം പോയി എടുത്തിട്ട് വന്നു. എന്നിട്ടത് നന്നായി കഴുകിയെടുത്തിട്ട് നമ്മൾ പ്ലേറ്റിൽ വെച്ചു. നല്ല ഭംഗിയല്ലേ നമ്മൾ ചേമ്പല തന്നെ ചേമ്പ് പുഴുങ്ങിയത്. പിന്നെ അത് നീട്ടത്തിൽ മുറിച്ചൊന്നുമില്ല, നമ്മളത് അങ്ങനെ തന്നെ എടുത്തു കേട്ടോ. നല്ല നീട്ടത്തിൽ തന്നെ പുഴുങ്ങിയെടുത്തു, രണ്ടായി മുറിച്ചൊന്നുമില്ല. അങ്ങനെ ചേമ്പ് പുഴുങ്ങിയതെടുത്തു. പിന്നെ എന്തായിരുന്നറിയാമോ, നമ്മൾ പണ്ടൊക്കെ അല്ലേ ഇങ്ങനെ ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയൊക്കെ രാവിലെ ഇങ്ങനെ കഴിക്കണത്. ഇതിപ്പം ഒരു ആശ തീർന്നു എന്ന് പറയുന്ന കണക്കായിപ്പോയി. രാവിലെ എനിക്ക് ചേമ്പ് കിട്ടി ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ മുളകും വിനാഗിരിയും ചെറിയുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച ചമ്മന്തി ഉണ്ടായി. അതൊരു നല്ല രസമായിരുന്നു ചേമ്പ് ഇങ്ങനെ മുക്കി കഴിക്കാനായിട്ട്. പിന്നെ മത്തിയും മാങ്ങയും കൂടെ മുളകിട്ട് വെച്ച തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു. നല്ല ചുടുചൂടാന്നുള്ള കട്ടൻ കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ഒരു നല്ല സുഖം. ചേമ്പിന് ഏറ്റവും നല്ല കറി എന്നാന്ന് ചോദിച്ചാൽ മത്തിച്ചാറാന്ന് ഞാൻ പറയും കേട്ടോ. മത്തിച്ചാറും മുളക് ചമ്മന്തി. അപ്പം നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും മത്തിച്ചാറും ഒക്കെ ഇഷ്ടമായില്ല എല്ലാവർക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കാണുമ്പോൾ ബൈ ബൈ.